ഞാൻ ഇപ്പൊ ഉള്ളത് എന്റെ നാട്ടിൽ പത്തപ്പിരിയം തന്നെയാണ്. ഇവിടെ ഞാനിപ്പോ ഒരു അമ്പലത്തിന്റെ മുന്നിലാണ്. പത്തപ്പിരിയം പൊറ്റക്കാട് ശ്രീ ഭഗവതി മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിന്. ആ മഴന്റെ ഒരു തെക്കം നോക്കി ഒരു കള്ളൻ വന്നിട്ട് ഇവിടെയുള്ള അമ്പലത്തിന്റെ പണ്ടാരപ്പെട്ടികൾ, അതുപോലെ ഓഫീസുകൾ, അമ്പലങ്ങൾ എല്ലാം ഡോറുകളൊക്കെ തകർത്തിട്ട് ഇവിടെ ഒരു മോഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിന്റെ ഓഫീസിൽ നിന്ന് വാള് കൊടുന്നിട്ടില്ലേ, അവിടുന്നല്ലേ വാള് കൊടുന്ന്, അമ്പലത്തിന്റെ ഓഫീസിൽ നിന്ന് വാള് കൊടുന്നിട്ട് ഇവിടെ 2 കടകൾ തകർത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ അത്ര ഭയങ്കര നാശനഷ്ടങ്ങൾ ഈ അമ്പലത്തിനും ഈ കടകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഏതായാലും അതിന്റെ സത്യാവസ്ഥ അറിയാൻ നമുക്ക് അതിന്റെ ഉള്ളിലേക്കൊന്ന് പോയോ. പത്തപ്പിരിയം പന്തപ്പള്ളി പൊറ്റക്കാട് മുത്തപ്പൻ ക്ഷേത്രം, അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിലെയും ഭണ്ഡാരവും അതുപോലെ തന്നെ അമ്പലവും കുത്തിപ്പൊളിച്ച് മുത്തപ്പന്റെ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ഒരു തായ്മാല പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഭണ്ഡാരത്തിലുള്ള പൈസകൾ, ദേവീക്ഷേത്രത്തിലെ ഭണ്ഡാരം, അതുപോലെ തന്നെ വേറെ മുത്തപ്പന്റെ മുന്നിലുള്ള ഭണ്ഡാരം കുത്തിപ്പൊളിച്ചു. അതിൻ്റെ പൈസ മുഴുവൻ എടുത്തു പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓഫീസ് റൂം താർത്ത് അതിനുള്ളിൽ വാളെടുത്ത് തൊട്ടപ്പുറത്ത് ഞങ്ങളെ അമ്പലത്തിൻ്റെ തന്നെ സ്ഥലത്തുള്ള കടയിൽ 2 താർത്തുണ്ട്. അതിലുള്ള എന്തൊക്കെയോ പോയിട്ട് നഷ്ടപ്പെട്ടില്ല എന്നാണ് പറയണത്. ഇനി എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും അതൊക്കെ ചെയ്ത് വിട്ട് ഞങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടായിരുന്നു. നമ്മളെ ഉണ്ണിൻ്റെ പീടിയ, ചെറിയാക്കാൻ്റെ പീടിയ അവിടെയൊക്കെ കടന്നിട്ടുണ്ട്. നല്ലൊരു കളവ നടത്തിയിട്ടുണ്ട്. പിന്നെ ഡോറുകളൊക്കെ പൊളിച്ച് നല്ല പിന്നെ 3 ഭണ്ഡാരം, ഓഫീസ് റൂമിലെ കുത്തുവിളക്ക് കൊടുത്തിട്ടാണ് ഇതൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഓഫീസ് റൂമിലാണ് അത് കിടക്കുന്നുണ്ട്. കുത്തുവിളക്ക് അവിടെ കിടക്കുന്നുണ്ട്, കത്തി അവിടെ കിടക്കുന്നുണ്ട്, വാള് പുറത്തും കിടക്കുന്നുണ്ട്. ഇല്ലല്ല, ഒന്നും കിട്ടിയില്ല. ഒന്നുമില്ല. പോലീസ് വന്നിട്ട് എന്താ പോലീസ് വന്നിരുന്നു. പിന്നെ 10 മണിക്ക് ശേഷം സ്റ്റേഷനിൽ ആഴ്ചയെല്ലാം പറഞ്ഞിട്ടുണ്ട്. 10 മണിക്കാണ് പോകാനൊക്കെയാണ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ. പിന്നെ തൊട്ടടുത്ത CCTV ഉണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്, CCTV കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പിന്നെ ഇതാ നിങ്ങളെ ഓഫീസിലെ അമ്പലത്തിന്റെ ഓഫീസിൽ ഈ അമ്പലത്തിന്റെ ഓഫീസ് ഇത് പൊളിച്ചിട്ടുണ്ട്. ഇത് എന്തുപയോഗിച്ചിട്ടാണോ പൊളിച്ചല്ലേ? എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പോയിണാവോ? ഇതിന്റെ ഉള്ളിൽ നിന്ന് വാളെടുത്തിട്ടാണ് ആ മറ്റുള്ള കടകള് പൊളിച്ചിട്ട്. ആ 2 കടകൾ പൊളിച്ചത് ഇതിന്റെ വാള അവിടെ കിടക്കുന്നത്. ഈ കോമരത്തന്മാരെ വാളാണോ? ഈ വാളല്ലേ? ശരി. ആ പേപ്പറോട് പോയി വാളാണ്. ആ പേപ്പർ കൊണ്ട് പോയി ഈ വാളുണ്ടാ? അതെ, ഈ കളിക്കോ ആ വാളോ തുടർന്നാണ് ആ വാളെടുത്തിട്ടാണ് പൊളിച്ചല്ലേ? അതൊക്കെ നമ്മളെ നാട്ടില് നല്ല അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതൊരു സംശയം ഞങ്ങൾക്കില്ല. അറിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു സംശയം അതുണ്ട്. അതുണ്ട്. കാരണം ഞങ്ങളെ കുറിച്ച് അറിയുന്നതാണ്. ഇപ്രാവശ്യം പൈസ എടുത്തിട്ടില്ല. ഈ പ്രാവശ്യം പൈസ എടുത്തിട്ടില്ല. ഒരു ഭണ്ഡാരത്തിനിട്ടില്ല. ഞങ്ങൾ വൃശ്ചികം 1-ാം തീയതി ഞങ്ങൾ സാധാരണ പൈസ എടുക്കാൻ എടുക്കില്ല. ഞങ്ങളെ എടുക്കാൻ മറന്നു പോയതാണ്. പിന്നെ ഇവിടുന്ന് പോലില്ല. സാധാരണ ഇതുവരെ അങ്ങനെ കളവ് ഇതുവരെ അങ്ങനത്തെ സംഭവം ഉണ്ടായില്ല. കാരണം വെച്ചാല് ഇത് പൊതു ഈ പൊറ്റക്കാട് ഈ അമ്പലം എന്ന് പറഞ്ഞാല് എല്ലാ ജനങ്ങളും ഏത് ജാതിയിലും അവരുടെ ടീം അമ്പലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന് അത്ര ഒരു ഇതില്ലായിരുന്നു. ഞങ്ങളോട് സ്റ്റേഷനിൽ എല്ലാം പറഞ്ഞിട്ട് അവരെല്ലാം എങ്ങനെ ആ കോട്ട ഇതിമല കേറിയ എന്നിട്ട് ആ ഓട് പൊളിച്ചു. എന്നിട്ടാണ് ഈ പീടിയക്ക് കയറി അതിലാണ് അല്ലേ? ഇങ്ങനെ ഏരിയാക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതെ അതെ. ഈ ഓടുകളൊക്കെ അവിടുന്ന് എടുത്തിട്ടാണ് അല്ലേ?